BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ പൂർണ്ണമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അൽ മുൻദിർ ഈ ബുധനാഴ്ച വിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച രാവിലെ 9:39 ട്രാൻസ്പോർട്ടർ 13 ദൗത്യത്തിന്റെ വിക്ഷേപണം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം രാജ്യത്തെ കാലാവസ്ഥ, അന്തരീക്ഷ സാഹചര്യങ്ങൾ, മറ്റ് വിക്ഷേപണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ പ്രതികൂലമായി ബാധിച്ചാൽ വിക്ഷേപണം മാറ്റിവെച്ചേക്കും. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡേറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉപഗ്രഹമാണ് അൽ മുൻദിർ. 2022 രാജ്യം ആദ്യമായി വിക്ഷേപിച്ച ലൈറ്റ് വണ്ണിന്റെ വിജയത്തെ തുടർന്നാണ് അൽ മുൻദിർ പദ്ധതി ആവിഷ്കരിച്ചത്. കൊളോറെക്ടൽ ക്യാൻസർ അഥവാ മലാശയ അർബുദ രോഗബാധ നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമായി ദേശീയ സ്ക്രീനിംഗ് പ്രോഗ്രാമിന് ആഹ്വാനം ചെയ്ത് ബഹ്റൈനിലെ മെഡിക്കൽ ഗവേഷകർ. പുരുഷന്മാർക്കിടയിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ക്യാൻസറാണിത്. കൃത്യതയുള്ളതും എളുപ്പത്തിലുള്ളതുമായ ക്യാൻസർ സ്ക്രീനിങ്ങിനും പരിശോധനയും നിലവിലുണ്ടെങ്കിൽ മാത്രമേ രോഗം ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കൂ. രോഗവ്യാപനത്തെക്കുറിച്ച് അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ഗവേഷകരുടെ ഒരു സംഘം നടത്തിയ ഗവേഷണത്തിന്റെ ഭാഗമായി രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സാരീതികൾ അവലംബിക്കുന്നതിനും കൂടുതൽ സ്ക്രീനിങ്ങിനും മികച്ച അവബോധം ആവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി നടത്തുന്ന ദേവ്ജി BKS GCC കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പൂർണ്ണമായും ഓൺലൈനിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഈ മാസം 18 വരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന യൂസർ നെയിം, പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് രജിസ്ട്രേഷൻ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രൂപ്പ് മത്സരങ്ങളിൽ GCC രാജ്യത്ത് താമസിക്കുന്ന ഏത് രാജ്യത്തു നിന്നുള്ള കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്. അതേസമയം വ്യക്തിഗത ഇനങ്ങൾ GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ കുട്ടികൾക്ക് മാത്രമായിരിക്കും. മാർച്ച് അവസാനം മുതൽ വ്യക്തിഗത സ്റ്റേജ് ഇതര മത്സരങ്ങൾ ആരംഭിക്കും. കലോത്സവത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ സമാജം വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 37789495 എന്ന നമ്പറിലോ 38360489 എന്ന നമ്പറിലോ 33337598 എന്ന നമ്പറുകളിലോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതും സമാജം ഓഫീസ് സന്ദർശിക്കാവുന്നതുമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 7:30 മുതൽ 9:30 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും ഓഫീസ് പ്രവർത്തിക്കുന്നതാണ്. KMCC ബഹ്റൈൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടത് സർക്കാർ ലഹരി മാഫിയയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നതെന്നും ലഹരി മനുഷ്യനെ ഭ്രാന്തനാക്കുകയാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ലഹരിക്കെതിരെ മുഖ്യമന്ത്രി ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും കേരളത്തിലെ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ എടുക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാർ ഇക്കാര്യത്തിൽ പല പദ്ധതികളിലൂടെ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ലഹരി മാഫിയയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ബോധവൽക്കരണവും അതോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും KP മുസ്തഫ നന്ദിയും പറഞ്ഞു. ICC നേതാക്കളായ രാജു കല്ലുംപുറം, ബോബി പറയൽ, ബിനു കുന്നന്താനം, വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, മുൻ KMCC പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി, KMCC സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. സാംസ ബഹ്റൈൻ ഇഫ്താർ സംഗമം നടത്തി. സൽമാനിയ കലവറ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്ന് വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ട്രഷറർ റിയാസ് കല്ലമ്പലത്തിന്റെ ബാങ്ക് വിളിയോടെ ആരംഭിച്ച ഇഫ്താർ വിരുന്നിന് ശേഷം 6 മണിയോടെ പ്രഭാഷണ പരിപാടികൾ ആരംഭിച്ചു. ചടങ്ങിൽ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം ആശംസിക്കുകയും പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു. ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ ഫാക്കൽറ്റിക്കും പ്രമുഖ പ്രഭാഷകനുമായ യൂനുസ് സലീം റമദാൻ സന്ദേശം നൽകി. ICRF ഉപദേശക സമിതി അംഗം ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ICRF ജനറൽ സെക്രട്ടറി അനീഷ്, സാമൂഹിക പ്രവർത്തകരായ KT സലീം, സയ്യിദ് ഹനീഫ്, വോയിസ് ഓഫ് ട്രിവാൻഡ്രം ഭാരവാഹികൾ CBK തോമസ്, അരവിന്ദ്, ബഹ്റൈൻ പ്രതിഭ മൊഹറക് വിംഗ് സെക്രട്ടറി ബിനു കരുണാകരൻ, അജീഷ്, ഉപദേശക സമിതി അംഗങ്ങളായ മുരളി കൃഷ്ണൻ, വത്സരാജ് കുയിമ്പിൽ, ജേക്കബ് കൊച്ചുമേൻ, വനിതാ വിംഗ് പ്രസിഡന്റ് അമ്പിളി സതീഷ്, സെക്രട്ടറി അപർണരാജ്, കിഡ്സ് കൺവീനർ മനീഷ് പൊന്നോത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ചാരിറ്റി വിംഗിന്റെ നേതൃത്വത്തിൽ റമദാൻ ഡ്രൈ ഫ്രൂട്ട് കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റികൾ കണ്ടെത്തിയ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന 25ഓളം അംഗങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. KPS ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിന് ട്രഷറർ മനോജ് ജമാൽ നന്ദി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കൊയ്വിള മുഹമ്മദ് കുഞ്ഞ്, ചാരിറ്റി വിംഗ് കൺവീനർ
സജീവ് ആയൂർ, നവാസ് കുണ്ടറ, നിഹാസ് പള്ളിക്കൽ എന്നിവർ ഏരിയ കമ്മിറ്റികൾക്ക് കിറ്റുകൾ കൈമാറി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്ററിന്റെ ഇഫ്താർ സൗഹൃദ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ത്യൻ ഡീലർ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് വിനീഷ് കേശവൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷമീല സ്വാഗതം ആശംസിച്ചു. സംഘടനയുടെ രക്ഷാധികാരികളായ പാർവതി ദേവദാസ്, ഷാനവാസ് പുത്തൻ വീട്ടിൽ, മുൻ ഭാരവാഹികളായ സനാഫ് റഹ്മാൻ, ഫൈസൽ മാണൂർ, ഫൈസൽ അനുടിയിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രവാസി ലീഗൽ സെൽ പ്രതിനിധികളും കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച മാർച്ച് 3 തിങ്കളാഴ്ച നിയമസഭയിലെ ചേംബറിൽ നടന്നു. നോർക്ക റൂട്ട്സും പ്രവാസി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട ഏകദേശം 25ഓളം വിഷയങ്ങളിൽ PLC കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. PLC ഉന്നയിച്ച നിരവധി വിഷയങ്ങളിൽ പലതിലും ഗുണപരമായ സമീപനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുമുണ്ടായത്. നോർക്ക റൂട്ട്സിലും ക്ഷേമനിധി ബോർഡിലും കരാർ അടിസ്ഥാനത്തിലും താൽക്കാലിക അടിസ്ഥാനത്തിലും ഉണ്ടാകുന്ന ഒഴിവുകളിൽ നിശ്ചിത ശതമാനം അർഹരായ പ്രവാസികൾക്ക് സംവരണം ചെയ്യുക, നോർക്ക റൂട്ട്സിലെയും ക്ഷേമനിധി ബോർഡിലെയും പ്രവാസികളുടെ ബന്ധപ്പെട്ട തർക്കപരിഹാര സെൽ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. 9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്, സഹയാത്രികൻ ബാരി വിൽമ എന്നിവർ ഈ മാസം 16 ഭൂമിയിലേക്ക് മടങ്ങും. യാത്രാ തീയതി നാസ പുറത്തുവിട്ടു. സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷനിലാണ് ഇരുവരും മടങ്ങുന്നത്. ISSലെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്ന അമേരിക്കയുടെ നിക് ഹോക്ക്, റഷ്യയുടെ അലക്സാണ്ടർ ഗുർബാനോവ് എന്നിവർക്കൊപ്പം ഇരുവരും യാത്ര തിരിക്കുമെന്നും നാസ അറിയിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ ജൂൺ 5 ബോയിങ് കമ്പനി പുതുതായി വികസിപ്പിച്ച സ്റ്റാർലൈൻ പേടകത്തിൽ ഇരുവരും യാത്ര തിരിച്ചത്. ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ എഞ്ചിനുകൾ പണിമുടക്കിയതും കാരണം പേടകത്തിലേക്കുള്ള മടക്കയാത്ര ഒഴിവാക്കിയിരുന്നു. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ സുനിത വില്യംസിനും വിൽമോറിനും ശാരീരികമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ദീർഘകാലം ബഹിരാകാശ ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ ഇരുവരുടെയും ആരോഗ്യസ്ഥിതി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നത് പ്രധാനമാണ്. ഈ സമയത്ത് ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും കഠിനമായി തോന്നുന്നുവെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. അതേസമയം വരും ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെ കിഴക്കൻ കാറ്റ് വീണ്ടും സജീവമായേക്കും. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ പൊതുവിൽ ചൂട് തുടരുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.